ഹായ് വ്യൂവേഴ്സ്, അകത്തിൻ്റെ മറ്റൊരു വീഡിയോയിലോട്ട് നിങ്ങൾ എല്ലാവരെയും ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യാണ്. ഞാൻ സാധാരണ കാണാത്ത ഒരു ഷെയ്ഡല്ലേ, വാടാമുല്ല ഷെയ്ഡ്. വാടാമുല്ല ഷെയ്ഡിനകത്ത് ഡിജിറ്റൽ പ്രിൻ്റ് ചെയ്തിട്ടുള്ള ഫ്ലോയി ആയിട്ടുള്ള ഒരു മെറ്റീരിയലാണ് ഞാനിപ്പോൾ വെയർ ചെയ്തിരിക്കുന്നത്. ഒരു കോഡ് സെറ്റ് പാറ്റേണിൽ പ്രിൻസസ് കട്ട് പാനലിലാണ് ഈ സെറ്റ് ഫിനിഷ് ചെയ്തിരിക്കുന്നത്. പ്രിൻസസ് കട്ട് ഉണ്ട്, സെൻറ്ററിൽ പടി ഡീറ്റെയിലിംഗ് ഉണ്ട്, അതിനകത്ത് വുഡൻ ബട്ടൺസ് കൊടുത്തിട്ടുണ്ട്, അംബ്രല പാറ്റേണിലാണ് വന്നിട്ടുള്ളത് ആൻഡ് സ്ലിറ്റഡ് ലുക്കിലാണ് വന്നേക്കുന്നത്. പി വി മെറ്റീരിയലിൻ്റെ ലൂസായിട്ടുള്ളൊരു ബോട്ടം ഫിനിഷിങ്ങും കൊടുത്തിട്ടുണ്ട്. അപ്പം ഈ ഒരു സെറ്റ് നമ്മുടെ വെബ്സൈറ്റിൽ അവൈലബിൾ ആക്കിയിരിക്കുന്നത് DN എന്ന കോഡിലാണ് ആൻഡ് പ്രൈസ് റേഞ്ച് വന്നിരിക്കുന്നത് 2499 ആണ്. അൺസ്റ്റിച്ച്ഡ് ആയിട്ടുള്ള മെറ്റീരിയൽ. ക്രേപ്പ് ഫാബ്രിക്കിനകത്ത് ഡിജിറ്റൽ പ്രിൻ്റ് എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം ഡ്യൂറബിൾ ആയിട്ടുള്ളതാണ്. ലൈനിങ് ഇട്ട് തന്നെ സ്റ്റിച്ച് ചെയ്യുക, കാരണം വളരെ ഡെലിക്കേറ്റ് ആയിട്ടുള്ള മെറ്റീരിയലാണ്. അതുപോലെ തന്നെ നല്ല ബോഡി ഷേപ്പോട് കൂടി നമുക്ക് വെയർ ചെയ്യാനും പറ്റും. ഞാനിപ്പോൾ വെയർ ചെയ്തേക്കുന്നത് ഡബിൾ കോളർ ഫ്ലാപ്പ് പാറ്റേൺസിൽ വന്നേക്കുന്ന ഒരു ഫിനിഷിങ്ങോട് കൂടിയിട്ടാണ്. അപ്പം ഈ നെക്കെല്ലാം ഇഷ്ടം എന്നുണ്ടെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള പോലെ സ്റ്റിച്ച് ചെയ്തെടുക്കാവുന്നതാണ്. അൺസ്റ്റിച്ച്ഡ് ആയിട്ടുള്ള മെറ്റീരിയലാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. 3 മീറ്റർ ടോപ്പിൻ്റെ മെറ്റീരിയലും 2.5 മീറ്റർ ബോട്ടത്തിൻ്റെ മെറ്റീരിയലും. ഞാനിപ്പോൾ ബോട്ടം സ്റ്റിച്ച് ചെയ്തേക്കുന്നത് ഫ്രണ്ടിൽ ബാൻഡും ബാക്കിൽ ഇലാസ്റ്റിക്കും ആയിട്ടുള്ള ലുക്കാണ്. അപ്പം ഈ ഒരു 3 പാനൽ കട്ടിൽ ചെയ്യാം, അല്ലെങ്കിൽ ഒരു കഫ്താൻ പാറ്റേണിൽ ചെയ്യാം. കഫ്താൻ പാറ്റേണിലൊക്കെ ആണെങ്കിലും വളരെ കംഫർട്ടബിൾ ആയിട്ടും സ്റ്റൈലിഷ് ആയിട്ടും നമുക്ക് വെയർ ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പം ഈ ഒരു ലുക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് കരുതുന്നു. അപ്പോൾ പർച്ചേസ് ചെയ്യാൻ നമ്മുടെ വെബ്സൈറ്റ് വിസിറ്റ് ചെയ്യുക. www.aham.store. DN എന്ന കോഡിലാണ് അവൈലബിൾ ആക്കിയിരിക്കുന്നത്. ചെക്ക് ഇറ്റ് ഔട്ട്. ഓർഗൻസയും ഫ്ലോറൽസും ഇതിലും കൂടുതലായിട്ട് എനിക്ക് ആ ഒരു റെട്രോ ഫീൽ ശരിക്കും വരുന്ന ഒരു ഭയങ്കരമായിട്ട് നമുക്ക് ആ ഒരു നൊസ്റ്റാൾജിക് ഫീല് വരുന്ന ഒരു ഇതാണ് കേട്ടോ ഈ രണ്ട് പെയറിങ്. അപ്പം ഇന്ന് നമ്മൾ പ്യോർ ടസർ ഓർഗൻസയ്ക്കകത്ത് ഫ്ലോറൽ ഡിജിറ്റൽ പ്രിൻ്റഡ് ആയിട്ട് വന്നിരിക്കുന്ന രണ്ട് ഭംഗിയുള്ള സാരീസാണ് കേട്ടോ. അപ്പോൾ സോൾഡ് ആയിട്ട് വന്നിരിക്കുന്ന ബ്ലൗസും പല്ലും അതിൻ്റെ കൂടെ പെയർ ചെയ്തിരിക്കുന്നത്. ആൻഡ് രണ്ട് ബ്യൂട്ടിഫുൾ കോമ്പിനേഷൻസിൻ്റെ അകത്ത് നമ്മളിതിൻ്റെ അകത്ത് ഈ ഒരു ലുക്ക് കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. ഇതാണ് ഇതിൻ്റെ പല്ലു. ആക്ച്വലി ബ്ലൗസും ഒരേപോലെ ആയിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ വിട്ട് വെച്ചിട്ട് നമുക്ക് അതിനകത്ത് കറക്റ്റായിട്ട് ഏതാ വെച്ച് കഴിഞ്ഞാൽ നോക്കിയെടുക്കാം കേട്ടോ. ആൻഡ് നല്ല രസമുള്ള ഈ കളർ കോമ്പിനേഷനും ഭയങ്കര റെട്രോ ഫീലാണ് എനിക്ക്. ഇറ്റ്സ് സോ ബ്യൂട്ടിഫുൾ. ആൻഡ് ഇത് നമുക്ക് 8000 അബവ് റേഞ്ചാണ് വരുന്നത്. 8599 റേഞ്ചിൽ HS 1214 1215 എന്ന രണ്ട് കോഡ്സിൻ്റെ അകത്തായിട്ട് അവൈലബിൾ ആക്കിയിരിക്കുന്നത്. അപ്പോൾ ഇൻ കേസ് നമുക്ക് ഓർഗൻസ ഭയങ്കര പഫി ആണെന്നുള്ളൊരു ഫീൽ വരുവാണെന്നുണ്ടെങ്കിൽ ഒന്ന് അയൺ ചെയ്ത് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ലോ പ്ലീറ്റ്സ് പിന്നെ നന്നായിട്ട് ഇരുന്നോളൂ കേട്ടോ. പക്ഷെ എന്നാലും ഓർഗൻസയുടെ ഭംഗി എന്ന് പറയുന്നതും അതാണ്, നമുക്കൊരു കുറച്ചൊരു പഫി ആയിട്ട് ഇരിക്കുന്ന ഒരു സ്റ്റൈല്. ആൻഡ് അത് നമ്മൾ ഒന്ന് ഉടുത്ത് ഹാൻഡിൽ ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് അത് ഓക്കെ ആവുകയും ചെയ്യും. ഇൻ കേസ് നമുക്ക് ഇതിൻ്റെ കൂടെ എന്തെങ്കിലും ഒരു ഒക്കേഷൻ ഓറിയൻറ്റഡ് ആയിട്ട് യൂസ് ചെയ്യാനാണെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു അഡീഷണൽ ആയിട്ട് കൊടുക്കണമെന്നുണ്ടെങ്കിൽ ത്രെഡ് വർക്കോ ഇല്ലയെന്നുണ്ടെങ്കിൽ കുറച്ചൊരു ഈ ഒരു ഷുഗർ ബീറ്റ് ടോൺ, പക്ഷേ ആ ഒരു ഗ്ലോസി ഷുഗർ ബീറ്റ്സ് ഇൻ കളേഴ്സിനകത്ത് തന്നെ കൊടുത്താൽ മതിയാണ്. അത് മെറ്റാലിക് ടോൺസ് ഇൻക്ലൂഡ് ചെയ്യാതെ കളേഴ്സിൻ്റെ അകത്ത് തന്നെ കൊടുത്താൽ മതി. കളർ ഒന്ന് ഭംഗിയാണ് കാണാനായിട്ട്. ആ ഒരു പീച്ചിൻ്റെ കൂടെ യെല്ലോ ആൻഡ് ഗ്രീൻ കോമ്പിനേഷൻ. ഞാൻ കൊടുത്തിരിക്കുന്നതിൻ്റെ അകത്ത് പിങ്കിൻ്റെ കൂടെ ആണ് ആ ഒരു ഗ്രേ ആൻഡ് ഗ്രീൻ കോമ്പിനേഷൻ വന്നിരിക്കുന്നത്. അപ്പോൾ ഇത് രണ്ടും ആ ഒരു നൊസ്റ്റാൾജിക് ഫീലൊക്കെ വരാനായിട്ട് നല്ലൊരു കോമ്പിനേഷനാണ്. ബ്രൈറ്റായിട്ട് നിൽക്കുന്ന ലുക്കുമാണ് കേട്ടോ. സ്റ്റൈലായിട്ട് കൊടുക്കാൻ പറ്റുന്ന രണ്ട് സാരീസാണ്. ഇത് ശരിക്കും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ആൻഡ് ആ ഒരു വർക്ക് അഡിഷൻ ചെയ്യാനാണെന്നുണ്ടെങ്കിൽ അത് നെക്ക് ലൈനിലൊക്കെ സിമ്പിൾ ഡീറ്റെയിലിങ് മതി. ഈ ഒരു ലുക്കിൻ്റെ അകത്താണെങ്കിൽ ആ ഒരു പിങ്കിൻ്റെയും ഗ്രീനിൻ്റെയും കളേഴ്സ് വന്നിട്ടുള്ള കട്ട് ബീറ്റ്സ് വേണമെങ്കിലും യൂസ് ചെയ്യാം, ഷുഗർ ബീറ്റ്സ് വേണമെങ്കിലും യൂസ് ചെയ്യാം. ആ വെച്ചിട്ടുള്ള ഒരു സിമ്പിൾ ലൈൻ വർക്ക് ഇല്ലാന്നുണ്ടെങ്കിൽ ഫ്ലോറലിൻ്റെ തന്നെ ഒരു കുറച്ച് വലുതായിട്ട് വന്നിരിക്കുന്ന ഔട്ട്ലൈൻഡ് ഫ്ലോറൽസിൻ്റെ ഒരു ലുക്കൊക്കെ കൊടുത്ത് ചെയ്ത് കഴിഞ്ഞാലും അടിപൊളിയായിരിക്കും കേട്ടോ. ബട്ട് ഡെഫിനറ്റ്ലി ഡു നോട്ട് മിസ് ദ സാരി HS 1214 and 15. ബ്രൈറ്റ് കളേഴ്സ് ഇഷ്ടമാണോ? നല്ലൊരു മാംഗോ യെല്ലോ ടോണിൽ സെമി ടസർ സാരി വിത്ത് കട്ട് വർക്ക് ബോർഡേഴ്സാണ് കേട്ടോ ഞാൻ ഇത് കൊണ്ടുവന്നിരിക്കുന്നത്. ഇത് നമുക്കൊരു എന്താ പറയുക, കട്ട് വർക്ക് ഇഷ്ടപ്പെടുന്നവർക്ക് ഒരു നല്ല രസമുള്ളൊരു കോമ്പിനേഷൻ. പ്രത്യേകിച്ച് ആ സിൽവർ ഗോട്ടയും നല്ല രസമുള്ളൊരു ട്രഡീഷണൽ ഫ്ലോറൽ പാറ്റേണിൻ്റെ ഒരു കോമ്പിനേഷൻസൊക്കെ ആയിട്ട് കട്ട് വർക്ക് ചെയ്ത് ബോറിംഗ് ടെക്നിക്ക് യൂസ് ചെയ്ത് ബേൺ ഔട്ട് ആയിട്ട് ചെയ്തിട്ടാണ് ആ ഒരു കട്ട് വർക്ക്സ് ചെയ്തിരിക്കുന്നത്. ആൻഡ് ഇതിനകത്ത് നമുക്ക് സെമി സിൽക്കാണ് മെറ്റീരിയൽ. ആ ഒരു സിൽവറിൻ്റെ ടസറിൻ്റെ ഫിനിഷിങ് കൊടുത്തിട്ട് സിൽവർ ഗോട്ടയാണ്. അതിനകത്ത് സ്കാറ്ററും സിൽവർ ഗോട്ടയിൽ തന്നെയാണ് വന്നിരിക്കുന്നത്. ഒതുക്കി കൊടുക്കാൻ പറ്റുന്ന എളുപ്പത്തിൽ നല്ല പ്ലീറ്റ്സൊക്കെ കിട്ടുന്ന സാരിയാണ്. ആൻഡ് ബ്ലൗസ് റണ്ണിങ്ങിൽ തന്നെയാണ് കേട്ടോ വന്നിരിക്കുന്നത്. പിന്നെ ബേൺഡ് ഔട്ട് ആയതുകൊണ്ട് നമുക്കൊരു ചെറിയ എഡ്ജ് ഫിനിഷിങ്ങിൻ്റെ അകത്ത് കുറച്ചും കൂടി ഒരു ഭയങ്കര സ്മൂതറായിട്ടുള്ള ഒരു സർഫസ് അല്ല. നമുക്ക് ആ ഒരു അതിൻ്റേതായിട്ടുള്ള ഒരു ഫിനിഷിങ്, ഇതിൻ്റെ റഫ്നെസ് ഭയങ്കര റഫെന്നല്ല,
എന്നാലും നമുക്ക് ആ ഒരു സ്മൂത്ത്നെസ്സിനകത്ത് ചെറിയൊരു വേരിയേഷൻ വരുന്നുണ്ട് കേട്ടോ. അത് ഈ ബേൺ ഔട്ട് ടെക്നിക്സ് വരുമ്പോൾ എല്ലാ സാരീസും അങ്ങനെ തന്നെയാണ് വരാറുള്ളത്. അതിൻ്റെ ആ ഒരു ലൈറ്റ് സ്കാറ്ററും കൂടെ വരുന്നതുകൊണ്ട് നമുക്കൊരു എം ടി ഫീൽ അതിൻ്റെ അകത്ത് വരുന്നതുമില്ല. ആൻഡ് ദിസ് ഇസ് ദി പല്ലുവിനകത്ത് നമുക്ക് സെയിം കണ്ടിന്യൂസ് ആയിട്ട് ആ ഒരു വർക്ക് തന്നെയാണ് വരുന്നത്. ആൻഡ് കളർ കോമ്പിനേഷൻസ് നമുക്ക് ബ്രൈറ്റ് ആയിട്ടുള്ള ഒരു ബോഡി ആയതുകൊണ്ട് ഒരു ലൈറ്റ് ഫീലിൽ വന്നിട്ടുള്ള ബെയ്ജും ഭയങ്കര മാറ്റ് ഫിനിഷിങ്ങിൽ വന്നിട്ടുള്ള ഒരു സോഫ്റ്റ് സേജ് ഗ്രീൻ്റെ ഒക്കെ ടീ ഗ്രീനിൻ്റെ ഒക്കെ ഒരു ഷെയ്ഡിലാണ് അതിൻ്റെ ലീഫ് പാറ്റേണായിട്ടുള്ള കോമ്പിനേഷൻസ് വന്നിരിക്കുന്നത്. ഒരു സ്കാലപ്സ് ഡീറ്റെയിലിങ്ങും കൂടെ കൊടുത്തിട്ടുള്ളതാണ് അതിൻ്റെ ഒരു എഡ്ജ് ഫിനിഷിങ് വന്നിരിക്കുന്നത്. RP 270 എന്ന കോഡിലാണ് ഇത് അവൈലബിൾ ആക്കിയിരിക്കുന്നത്. 3184 ആണ് പ്രൈസ് റേഞ്ച് വരുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് ഇതിപ്പോൾ ഞാൻ എടുത്ത് വന്നപ്പോൾ കുറേ പ്ലീറ്റ്സ് ഉണ്ട്. അപ്പോൾ കുറച്ചും കൂടി പല്ലു ഇതിനകത്ത് നമുക്ക് ഇടാൻ വരുന്നുണ്ട്. പിന്നെ കട്ട് വർക്ക് ചെയ്ത് വരുമ്പോഴത്തേക്ക് നമുക്ക് ആ ഒരു സ്കാലപ്പിൻ്റെ ആകുമ്പോഴത്തേക്ക് റെഗുലർ ഫാബ്രിക് വിത്തിന് സ്ലൈറ്റ് ആയിട്ടുള്ള ഒരു കുറവ് വരുന്നു. നമ്മൾ കട്ട് വർക്ക് മോസ്റ്റ്ലി വരുന്ന ഫാബ്രിക്സിൻ്റെ അതൊക്കെ വരുന്നത് ഒരു കാര്യമാണ് കേട്ടോ. എഡ്ജ് ഫിനിഷ് ചെയ്ത് വരുമ്പോൾ ആ എക്സിസ്റ്റിംഗ് ഫാബ്രിക്കിൽ നിന്ന് ചെറിയൊരു വ്യത്യാസം വരത്തില്ലേ. അത് നമുക്ക് കൊടുക്കാൻ ഭയങ്കര വിട്ട് കുറവെന്നല്ല, പക്ഷെ ഭയങ്കര ടോളായിട്ടുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒന്ന് അകത്ത് ഫുള്ള് വെക്കാണ്ട് ഇവിടെ തന്നെ എഡ്ജിൽ തന്നെ ഒന്ന് പിൻ ചെയ്തൊക്കെ വെക്കേണ്ടേ ആ ഒരു രീതിയിൽ നമുക്കത് ഫിനിഷ് ചെയ്ത് ഉടുത്ത് കഴിയുമ്പോൾ ഡ്രേപ്പ് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. RP 270, പ്രൈസ് 3184. കട്ട് വർക്ക് സാരീസിന് നമുക്ക് നല്ലൊരു പ്രൈസ് റേഞ്ചും ആണ് കേട്ടോ. നമുക്ക് ഒക്കേഷണൽ വെയർ ആയിട്ടൊക്കെ സെമി ഒക്കേഷണൽ വെയർ ആയിട്ടൊക്കെ യൂസ് ചെയ്യാനാണെങ്കിലും നല്ലതാണ്.